ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിഞ്ഞിലപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പരിഞ്ഞിൽ ഞാനിവിടെ മത്തിയുടെ പരിഞ്ഞിലാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞത്, 2 പച്ചമുളക്, 1 കപ്പ് തേങ്ങ തിരുമിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തേങ്ങ തിരുമിയതും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിഞ്ഞിലിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളക് ഇട്ടതുകൊണ്ട്. ഇവയെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വാഴയിലയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നല്ലതുപോലെ പരത്തി കൊടുക്കണം. ഇതുപോലെ പരത്തിയതിന് ശേഷം ഇത് രണ്ടായിട്ട് മടക്കാം. ഇനി ഇത് ദോശക്കല്ലിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കൂടെ വെച്ച് കൊടുക്കണം. ഒരു ഭാഗം വെന്തതിന് ശേഷം ഇത് തിരിച്ചുവിട്ട് വേവിക്കണം. അങ്ങനെ പരിഞ്ഞിലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം. നല്ല അടിപൊളിയാണ്. ഇപ്പോഴാണെങ്കിൽ മീനൊക്കെ നിറച്ച് പരിഞ്ഞിൽ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏത് മീനിൻ്റെ പരിഞ്ഞിൽ കൊണ്ടാണേലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്